ഉസ്താദ് പലപ്പോഴും ഈ ഓട്ടിസം ബാധിച്ച കുട്ടികളെ കാണുമ്പോൾ അവരെ ചേർത്ത് പിടിച്ച് അവർക്ക് ഉരുട്ടി ഭക്ഷണം കൊടുത്തിരുന്ന കാര്യങ്ങളൊക്കെ ഉസ്താദിൻ്റെ മക്കൾ പറയാറുണ്ട്. ഉസ്താദ് അവരെ കണ്ടാൽ അടുത്തിരുത്തിയിട്ട് അവർക്ക് ഭക്ഷണം ആദ്യം കൊടുക്കാൻ പറയും, അല്ലെങ്കിൽ ഉസ്താദിൻ്റെ തളികയിൽ അവരെയും കൂടി ഇരുത്തും. എന്നിട്ട് ഉസ്താദ് അവരെ ചേർത്ത് ഉസ്താദ് എപ്പോഴും കൂടെ ചേർത്ത ഒരു വിഭാഗമാണ് ഇത്തരം ഓട്ടിസം ബാധിച്ചവരും മാനസിക പ്രയാസങ്ങളും മാനസിക വിഭ്രാന്തിയൊക്കെയുള്ള ആളുകൾ. ഇവിടെ നിരന്തരം അദ്ദേഹത്തെ സന്ദർശിച്ചിരുന്നു. അവരുടെ വേദന അദ്ദേഹം മനസ്സിലാക്കിയതാണ്. അല്ലെങ്കിലാണെങ്കിലും ഇവിടെയാണെങ്കിലും അത്തരം കുട്ടികളെ കണ്ടാൽ അത്തരം മോശമായ രീതിയിൽ, അതായത് ശാരീരികമായ വൈകല്യം കണ്ടാൽ അപ്പം അവസ്ഥാൻ അവരുടെ സ്നേഹം. എത്ര വന്നാലും അവർക്ക് ഇവിടെ അനുയോജ്യമായ രീതിയിലുള്ള ചികിത്സ കൊടുക്കാനും കിടത്തി ചികിത്സിക്കുകയാണെങ്കിലും ഒക്കെയുള്ള സൗകര്യങ്ങൾ ചേർത്ത് വലിയ പദ്ധതിയാണ് ഉദ്ദേശിക്കുന്നത്. ഇൻഷാ അല്ലാഹ് പക്ഷെ ഉസ്താദ് ആ കുട്ടി എന്ത് ചെയ്യും, അടുത്തേക്ക് ഇരുത്തും. പക്ഷെ ആ കുട്ടിക്ക് ഇപ്പോൾ വന്നാൽ ഭയങ്കര ഇഷ്ടമാണ്. കാരണം എല്ലാവരും ഇഷ്ടപ്പെടുന്നതിനേക്കാൾ ആ കുട്ടിയെ ഇപ്പോൾ ഇഷ്ടപ്പെടുന്നതുകൊണ്ടായിരിക്കാം ഇപ്പോൾ വരികയെന്ന് പറഞ്ഞാൽ ആ കുട്ടിക്ക് ഭയങ്കര ചിരിയും ഭയങ്കര ഒരു ഹാപ്പിയൊക്കെ ഒരു കുട്ടിയെ കാണാൻ പറ്റും. ഞാനിപ്പോൾ നിൽക്കുന്നത് അത്തിപ്പറ്റയിലാണ്. മഹാനായ അത്തിപ്പറ്റ ഉസ്താദിൻ്റെ മക്ബറക്ക് തൊട്ട് മുൻപിൽ, സ്ഥാപനത്തിന് തൊട്ട് മുൻപിലാണ് നിൽക്കുന്നത്. ഇന്ന് ഇവിടെ നിൽക്കുമ്പോൾ അത്തിപ്പറ്റ ഉസ്താദിൻ്റെ നാമധേയത്തിൽ അത്തിപ്പറ്റ ഫത്തുഹുൽ ഫത്താഹ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഒരു ക്യാമ്പസ് സമുച്ചയത്തിൻ്റെ തറക്കല്ലിടൽ കർമ്മം നിർവഹിക്കുകയാണ്. അഥവാ ക്യാമ്പസ് മസ്ജിദ് ഓട്ടിസം കെയർ ആൻഡ് റീഹാബിലിറ്റേഷൻ സെൻറ്റർ, ഫത്തുഹുൽ ഫത്താഹ് കോളേജ് ഓഫ് ഇസ്ലാമിക് സ്റ്റഡീസ് ഗേൾസ് ആൻഡ് ബോയ്സ് എന്ന 4ഓളം ക്യാമ്പസുകളുടെ തറക്കല്ലിടൽ കർമ്മമാണ്, അല്ലെങ്കിൽ ഒരു ക്യാമ്പസിനകത്ത് 4ഓളം സ്ഥാപനങ്ങളുടെ തറക്കല്ലിടൽ കർമ്മമാണ് നടക്കുന്നത്. ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു ക്യാമ്പസ് എന്ന് പറയുന്നത് ഓട്ടിസം ബാധിച്ച കുട്ടികൾക്ക് അവരുടെ സംരക്ഷണത്തിനും അവരുടെ പുനരുജ്ജീവനത്തിനൊക്കെ വേണ്ടി അത്തിപ്പറ്റ ഉസ്താദ് അവരെ പ്രത്യേകം ചേർത്ത് നിർത്തുകയും അവരോട് പ്രത്യേകം കരുണ കാണിക്കുകയും അതോടൊപ്പം അവരെ ചേർത്ത് നിർത്തണമെന്ന ആഹ്വാനം സമൂഹത്തിന് നൽകുകയും ഒക്കെ ചെയ്തത് അദ്ദേഹത്തിൻ്റെ ചരിത്രത്തിൽ നമുക്ക് വായിക്കാൻ കഴിയും. ആ ഓട്ടിസം ബാധിച്ച കുട്ടികൾക്കുള്ള ഒരു കരുതൽ കേന്ദ്രമാണ് ഇന്ന് ഒരുപക്ഷെ കേരളത്തിൽ, പ്രത്യേകിച്ച് സർക്കാർ സംവിധാനങ്ങളിലൊക്കെ അല്ലാതെ വളരെ കുറഞ്ഞ സംവിധാനങ്ങൾ മാത്രമേ ആ ഒരു തരത്തിൽ ഇന്ന് പ്രവർത്തിക്കുന്നുള്ളൂ. അവിടെയാണ് ഈ കേന്ദ്രം വളരെ വ്യത്യസ്തമാകുന്നത്. അതിൻ്റെ ഒരു തറക്കല്ലിടലാണ്. നമുക്ക് ആദ്യം ആ തറക്കല്ലിടൽ കർമ്മം അതിലേക്ക് കടക്കാം. അതിനുശേഷം നമുക്ക് ഈ സ്ഥാപനത്തെ വളരെ പൂർണ്ണമായിട്ട് പരിചയപ്പെടേണ്ടതുണ്ട്. ആ സ്ഥാപനത്തിൻ്റെ പരിചയപ്പെടുത്തലുമാണ് ഈ വീഡിയോയിലുള്ളത്. അപ്പോൾ നമുക്ക് ആദ്യം ഓട്ടിസം സെൻറ്ററിൻ്റെ തറക്കല്ലിടൽ കർമ്മം കാണാം. ഞാനിപ്പോൾ നിൽക്കുന്നത് അത്തിപ്പറ്റ ഫത്തുഹുൽ ഫത്താഹിന് വേണ്ടി ഈ കമ്മിറ്റി ഏറ്റെടുത്ത 7.5 ഏക്കർ ഭൂമിയിലാണ്. വളരെ വിശാലമായിട്ടുള്ള മനോഹരമായ വളാഞ്ചേരി പെരിന്തൽമണ്ണ റോഡിനോട് തൊട്ടടുത്ത് തന്നെ ചേർന്ന് നിൽക്കുന്ന ഒരു വളരെ മനോഹരമായ ഒരു സ്ഥലം. ഈ സ്ഥലത്ത് തന്നെയാണ് ഇപ്പോൾ ഉദ്ഘാടന സമ്മേളനം എനിക്ക് ഒരു ഭാഗത്തായിട്ട് നടക്കുന്നത്. ആ ഉദ്ഘാടന സമ്മേളനത്തിൻ്റെ പിറകു വശത്തേക്കെല്ലാം ഇവിടെ മരങ്ങളെല്ലാം മുറിച്ച് ഇത് വളരെ തുറസായ രീതിയിൽ മാറ്റപ്പെട്ട് നിൽക്കുകയാണ്. ഈ ഒരു സ്ഥലത്താണ് ഈ ക്യാമ്പസ് എല്ലാം
വരുന്നത്. അതുകൊണ്ട് തന്നെ എന്തുകൊണ്ടും നമ്മളിവിടെ നിൽക്കുമ്പോൾ ഒരു ക്യാമ്പസിന് അനുയോജ്യമായിട്ടുള്ള മനോഹരമായ ഒരു സ്ഥലം തന്നെ ഇതിനു വേണ്ടി കണ്ടെത്തി എന്നതുകൊണ്ട് തന്നെ ഈ കമ്മിറ്റി അത്രമേൽ അഭിനന്ദനങ്ങൾ അർഹിക്കുന്നുണ്ട്. കാരണം അത് അത്രമേൽ മനോഹരമായ ഒരിടവും അതിനുവേണ്ടി തയ്യാറാക്കപ്പെടുന്ന ഒരു സ്ഥലവും കണ്ടെത്തുക എന്നത്, പ്രത്യേകിച്ച് ഈ ഒരു പാതയോരത്ത് കണ്ടെത്തുക എന്നത് വളരെ പ്രയാസകരമായ കാര്യമാണ്. ഏതായാലും ഈ കമ്മിറ്റി അത് വളരെ മനോഹരമായിട്ട് തന്നെ നിറവേറ്റിയിട്ടുണ്ട്. അവിടെയാണ് ഇപ്പോൾ ഈ പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുന്നത്. ആ പ്രോഗ്രാമിൻ്റെ തൊട്ട് പിറകിൽ തന്നെയാണ് ഈ ഒരു സ്ഥലവും നിൽക്കുന്നത്. ഇതായിരുന്നാലും ഈ ക്യാമ്പസിൻ്റെ നിർമ്മാണം, തറക്കല്ലിടൽ ഇന്നിവിടെ നടക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ ക്യാമ്പസ് തല ഉയർത്തി നിൽക്കുന്നത് നമുക്ക് ഒരു സ്വപ്നത്തിലൂടെ നമുക്കിങ്ങനെ കണ്ട് നോക്കാം. വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ ആ ഒരു ക്യാമ്പസ് ഇവിടെ തല ഉയർത്തി നിൽക്കുന്നതും നമുക്ക് കാണാൻ സാധിക്കും. ഫത്തുൽ ഫത്താഹിൻ്റെ പ്രസിഡന്റ് സെയ്ദ് മുനവർ അലി ശിഹാബ് തങ്ങൾ ഇപ്പോൾ നമ്മുടെ കൂടെ ചേരുകയാണ്. തങ്ങൾ, നമ്മളിപ്പോൾ ഈ ഒരു സ്ഥലത്താണ് നിൽക്കുന്നത്. ഈ ഒരു പ്രോജക്റ്റ് തന്നെ ഇതിൽ ഹൈലൈറ്റ് ആകുന്നത് നമ്മുടെ ഈ ഒരു കുട്ടികൾ ഓട്ടിസം ബാധിച്ച കുട്ടികൾക്കുള്ളൊരു സ്ഥാപനമാണ്. ഒരുപക്ഷെ കേരളത്തിൽ അപൂർവമായിട്ടുള്ളൊരു സ്ഥാപനമായിരിക്കാം. എന്താണ് ഇങ്ങനൊരു തീരുമാനത്തിലേക്ക് കമ്മിറ്റി എത്തുന്നത്? ഇത് ഉസ്താദ് എപ്പോഴും കൂടെ ചേർത്ത ഒരു വിഭാഗമാണ് ഇത്തരം ഓട്ടിസം ബാധിച്ചവരും മാനസിക പ്രയാസങ്ങളും മാനസിക വിഭ്രാന്തിയൊക്കെയുള്ള ആളുകൾ ഇവിടെ നിരന്തരം അദ്ദേഹത്തെ സന്ദർശിച്ചിരുന്നു. അവരുടെ വേദന അദ്ദേഹം മനസ്സിലാക്കിയതാണ്. ഇവിടെ ഇന്ന് ഫത്തുൽ ഫത്താഹിൻ്റെ കീഴിൽ ഒരുപാട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നേരെ തുടങ്ങിയിട്ടുണ്ട്. ഇന്ന് അതോടുകൂടി ആ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ പുതിയ പ്രൊജക്റ്റുകളും അപ്പുറത്തെ ലാൻഡിൽ നടക്കുന്നുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രൊജക്റ്റ് എന്ന നിലയ്ക്ക് ഓട്ടിസം ബാധിച്ച സെറിബ്രൽ പാൾസി, അതുപോലെ മെൻ്റൽ ഡിസോർഡർ, ഇങ്ങനെയുള്ള ഒരുപാട് സഹോദരന്മാർ, കുട്ടികൾ നമ്മുടെ ഓരോ ഗ്രാമങ്ങളിൽ പോയി നോക്കിയാൽ കാണും. അപ്പോൾ ഇതിൻ്റെ ഒരു ആവശ്യകത വളരെ അധികം ആണ് എന്ന് മനസ്സിലാക്കി ഇവിടെയുള്ള നമ്മുടെ കമ്മിറ്റി, ഉസ്താദ് പലപ്പോഴും ഈ ഓട്ടിസം ബാധിച്ച കുട്ടികളെ കാണുമ്പോൾ അവരെ ചേർത്ത് പിടിച്ച് അവർക്ക് ഉരുട്ടി ഭക്ഷണം കൊടുത്തിരുന്ന കാര്യങ്ങളൊക്കെ ഉസ്താദിൻ്റെ മക്കൾ പറയാറുണ്ട്. അപ്പോൾ ഉസ്താദ് എപ്പോഴും ശ്രദ്ധിച്ചിരുന്ന ഒരു വിഭാഗത്തെ, അത് ഉസ്താദിൻ്റെ ഓർമ്മകളിൽ ആ ഒരു ദൗത്യം കൂടി ഏറ്റെടുക്കാൻ ഞങ്ങൾക്കും ബാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ഈ ഒരു തീരുമാനത്തിലേക്ക് കമ്മിറ്റി എത്തിയത്. ഇതിപ്പോൾ എത്ര വർഷത്തിനുള്ളിൽ ഈ ഒരു പ്രോജക്റ്റ് പൂർത്തിയാക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്? ഇത് 3.5 ഏക്കർ സ്ഥലമാണ്. ഇതിൻ്റെ അതായത് 4.5 ഏക്കർ അപ്പുറത്ത് ഈ സ്ഥലം 3.5 ഏക്കറാണ് നമ്മുടെ ഈ ഓട്ടിസം ബാധിച്ചവർക്കുള്ള ഈ ഒരു പദ്ധതി കൊണ്ടുവരുന്നത്. ഈ സ്ഥലം മാക്സിമം യൂട്ടിലൈസേഷൻ എന്ന നിലക്ക് ഇത് ഉപയോഗിക്കാനുള്ള തീരുമാനങ്ങൾ, അതിൻ്റെ എൻജിനീയറിങ് ഡ്രോയിങ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എത്ര വന്നാലും അവർക്ക് ഇവിടെ അനുയോജ്യമായ രീതിയിലുള്ള ചികിത്സ കൊടുക്കാനും കിടത്തി ചികിത്സിക്കുകയാണെങ്കിലും ഒക്കെയുള്ള സൗകര്യങ്ങൾ ചേർത്ത് വലിയ പദ്ധതിയാണ് ഉദ്ദേശിക്കുന്നത്. ഇൻഷാ അല്ലാഹ് അത് ഇതിൻ്റെ ബന്ധപ്പെട്ട പല പ്രൊജക്റ്റുകളും ഇതുമായി ബന്ധപ്പെട്ട പലതും ഇതിൽ തുടങ്ങാൻ സാധിക്കുമെന്നുള്ളതും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. അതുപോലെ എത്ര ഇതിൻ്റെ ഫണ്ട് വലിയൊരു കണ്ടെത്തേണ്ടതുണ്ട്, എങ്ങനെയൊക്കെയാണത്? ഇതിപ്പം ഞങ്ങൾ സ്ഥലം വാങ്ങി സ്ഥലം രജിസ്റ്റർ ചെയ്തു. ഇനിയും സ്ഥലത്തിനെ കുറിച്ച് പൈസ കൊടുക്കാനുണ്ട്. പക്ഷേ ഇത് ക്രൗഡ് ഫണ്ടിങ് ആണ്. ആളുടെ പ്രൊജക്റ്റ് നമ്മുടെ മുമ്പിലേക്ക് വെക്കും. അതുപോലെ CSR ഫണ്ട് പോലുള്ള ഫണ്ടുകൾ സ്വീകരിക്കണം. അതുപോലെ ഇങ്ങനെയുള്ള സുമനസ്സുകളുടെ സഹായവും സഹകരണവും ആവശ്യമാണ്. അപ്പോൾ എല്ലാ നിലക്കും ഇത് ജനങ്ങൾ ഏറ്റെടുക്കേണ്ടത്. ഇപ്പോൾ അതിനുള്ളൊരു വഴി ഇവിടെ ഒരുക്കി വച്ചിരിക്കുകയാണ്. ബാക്കി അത് നമ്മുടെ സൊസൈറ്റി ഒന്നാകെ ചെയ്യേണ്ട ഒന്നാണ്. അതിപ്പം 4 സ്ഥാപനങ്ങളുടെ ഒരു തറക്കല്ലിടലാണ് ഇന്നിവിടെ നടന്നിട്ടുള്ളത്. അത്തിപ്പറ്റ ഫത്തുൽ ഫത്താഹ് എന്താണ് ഉദ്ദേശിക്കുന്നത്? അതിൻ്റെ ഭാവി പദ്ധതികൾ, പ്രവർത്തനങ്ങൾ, ഇതൊക്കെ എന്താണ്?
നമ്മൾ ഉദ്ദേശിക്കുന്നത് അത്തിപ്പറ്റ ഉസ്താദിൻ്റെ ഒരു ജീവിതമുണ്ട്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ ആ ഒരു ജീവിത രീതി സ്വഹാബത്ത് റളിയല്ലാഹു അൻഹും ജീവിച്ചതുപോലെ ഇവിടെ ജീവിച്ച് കാണിച്ച ഒരാളാണ്. അപ്പോൾ ആ ഒരു ജീവിത രീതി ഉണ്ടാകുന്ന ഒരു സമൂഹം ഇവിടെ വളർന്നു വരണം. അതിന് ഉതകുന്ന സ്ഥാപനങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളതാണ് നമ്മളെ താല്പര്യം. ഇനി റബ്ബാണ് തീരുമാനിക്കുന്നതൊക്കെ എങ്ങനെയൊക്കെയാണെന്ന് ഉണ്ടാകുക എന്നുള്ളത്. അതിനാണ് നമ്മൾ ഉസ്താദുള്ള കാലത്ത് ഉസ്താദ് ജീവിക്കുന്ന സമയത്താണ് ഈ സ്ഥാപനം തുടങ്ങുന്നത്. അത് ഉസ്താദ് അന്ന് നമുക്കൊരു ബിരുദം കൊടുക്കുന്ന ഒരു സ്ഥാപനം തുടങ്ങണമെന്ന് പറഞ്ഞിട്ടാണ് ഈ സ്ഥാപനം തുടക്കം. അന്ന് എന്തായിരിക്കും ബിരുദം ഉണ്ടാവുക? അന്ന് മുത്തബിൽ ബിരുദം കൊടുക്കാൻ ഉസ്താദ് പറഞ്ഞിട്ടുണ്ട്. അത് നമ്മൾ ഫത്താഹി ബിരുദം എന്നാണ് ഇപ്പോൾ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ എത്ര കുട്ടികളുണ്ട് ഇവിടെ? ഇപ്പം 150ഓളം കുട്ടികളുണ്ട്. 8 ക്ലാസ് ഇപ്പോൾ നടക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ഏറ്റവും ഇതിലെ ഹൈലൈറ്റ് ഓട്ടിസം റീഹാബിലിറ്റേഷൻ സെൻ്റർ ആണല്ലോ. അപ്പോൾ ഈ ഒരു സെൻറ്ററിൻ്റെ പ്രവർത്തനത്തിന് വേണ്ടി എന്താണ് ഇത്ര കേരളത്തിൽ അപൂർവമാണ് ഇത്തരം സ്വകാര്യ മേഖലയിൽ? അത് ഉസ്താദ് എവിടെ ചെന്നാൽ അത്തരം കുട്ടികളെ കണ്ടാൽ അടുത്തിരുത്തും. ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ എല്ലാവരും മാറിയിരിക്കാൻ പറയും ആ കുട്ടികളോട്. പ്രത്യേകിച്ച് നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ ചിലർക്ക് ഒരു വെറുപ്പുണ്ടാവും. അങ്ങനത്തെ കുട്ടികളെ കാണുമ്പോൾ ഇങ്ങനെ വായിന്ന് ഒരിക്കലുണ്ടാവും, അതല്ലെങ്കിൽ ഒരു മോശമായ രീതിയിലൊക്കെ ഉണ്ടാവും. പക്ഷേ ആ ഉസ്താദ് അവരെ കണ്ടാൽ അടുത്തിരുത്തിയിട്ട് അവർക്ക് ഭക്ഷണം ആദ്യം കൊടുക്കാൻ പറയും. അല്ലെങ്കിൽ ഉസ്താദിൻ്റെ തളികയിൽ അവരെയും കൂടി ഇരുത്തും. എന്നിട്ട് ഉസ്താദ് അവരെ ചേർത്ത് പിടിക്കുക. അന്ന് മുതലേ നമുക്കിങ്ങനെ മനസ്സിലുള്ളതാണ് ഇവരൊക്കെ ഒന്ന് ഉയർത്തി കൊണ്ടുവരണ്ടേ എന്നുള്ളത് ഇങ്ങനെ മനസ്സിൽ ആശയമുള്ളതാണ്. അത് ഉസ്താദിനുണ്ടായിരിക്കാം. അതുപോലെ പല രക്ഷിതാക്കളും ഒരു ഉമ്മനെ ഉസ്താദ് പറഞ്ഞിട്ടുണ്ട്, ഞാൻ മരിക്കുന്നതിന് മുമ്പ് എൻ്റെ കുട്ടി മരിക്കാൻ ദ്വാരക്കിയെന്ന്. കാരണം ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എൻ്റെ കുട്ടിയെ നോക്കാൻ ആരും ഉണ്ടാവില്ല, എൻ്റെ കുട്ടിയാർക്കും നോക്കാൻ കഴിയില്ല എന്നുള്ളത്. ഇതൊക്കെ നമ്മളെ മനസ്സിനെ വല്ലാതെ വേദനിപ്പിച്ചപ്പോൾ ഫത്തുൽ ഫത്താഹ് അത്തരത്തിലുള്ളൊരു സംരംഭം തുടങ്ങണമെന്ന് മനസ്സിൽ ആഗ്രഹിച്ചപ്പോഴാണ് ഇത് കമ്പനി പറയുകയും പിന്നെ ഷാർജയിൽ ചെന്നപ്പോൾ അവിടെയുള്ള ചില സഹോദരന്മാർ അത്തരം കേസുകളൊക്കെ കണ്ടപ്പോൾ അവരും ഞങ്ങളോട് പറഞ്ഞത് നിങ്ങളിങ്ങനെ തുടങ്ങിയാൽ തിരക്കടില്ല. അതുകൊണ്ടാണ് ഇത് ഫത്തുൽ ഫത്താഹ് ഇത്തരം ഒരു സംവിധാനത്തിലേക്ക് മുന്നോട്ട് വരാനുള്ള കാരണം. ഉസ്താദ് ആ കാലഘട്ടത്തിൽ ഏതെങ്കിലും തരത്തിൽ ഇത്തരം ഒരു സ്ഥാപനം നിർമ്മിക്കണമെന്ന് സൂചിപ്പിച്ചിരുന്നു? അങ്ങനെ സൂചിപ്പിച്ചിട്ടില്ല. പക്ഷേ അവരൊക്കെ ചേർത്ത് പിടിക്കണമെന്ന് ഉസ്താദ് ഭയങ്കര താല്പര്യമുണ്ട്. അത് അല്ലെങ്കിലാണെങ്കിലും ഇവിടെയാണെങ്കിലും ഒക്കെ അത്തരം കുട്ടികളെ കണ്ടാൽ ഒരു അത്തരം മോശമായ രീതിയിൽ, അതായത് ശാരീരികമായ വൈകല്യം കണ്ടാൽ അപ്പം ഉസ്താദിന് അവരെ സ്നേഹം അവരോട് അത്തരം കുട്ടികളെ കണ്ട് ഉസ്താദിൻ്റെ മകൻ എന്ന നിലയിൽ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടാവുമല്ലോ. അപ്പോൾ അത്തരം കുട്ടികളെ ചേർത്ത് പിടിച്ച് നമുക്ക് പറയാൻ പറ്റുന്നു ഒരു ഏതെങ്കിലും ഒരു സാഹചര്യം ഒന്ന് പറയാം? സാഹചര്യം ഞങ്ങളെ കുടുംബത്തിൽ തന്നെ ഒരു കുട്ടിയുണ്ട്, എൻ്റെ ഇപ്പോൾ കല്യാണം കഴിച്ച. അവിടെയുള്ള ആ കുട്ടിയെ ചെന്നാൽ അവരെ ആ കുട്ടിയെ അടുത്തേക്ക് ഇരുത്തും. പക്ഷേ അവരെല്ലാവർക്കും ആ കുട്ടിയെ മാറ്റി നിർത്താനാണ് താല്പര്യപ്പെടുക. കാരണം ഉസ്താദ് ഇങ്ങനെ ഇരുത്തേണ്ട എഴുതിയിട്ട്. പക്ഷേ ഉസ്താദ് ആ കുട്ടിയെ എന്ത് ചെയ്യും, അടുത്തേക്ക് ഇരുത്തും. പക്ഷേ ആ കുട്ടിക്ക് ഇപ്പോൾ വന്നാൽ ഭയങ്കര ഇഷ്ടമാണ്. കാരണം എല്ലാവരും ഇഷ്ടപ്പെടുന്നതിനേക്കാൾ ആ കുട്ടിയെ ഇപ്പോൾ ഇഷ്ടപ്പെടുന്നതുകൊണ്ടായിരിക്കാം ഇപ്പോൾ വരികയെന്ന് പറഞ്ഞാൽ ആ കുട്ടിക്ക് ഭയങ്കര ചിരിയും ഭയങ്കര ഒരു ഹാപ്പിയൊക്കെ ഒരു കുട്ടിയെ കാണാൻ പറ്റും. ഉസ്പാടില്ല മോന്. പിന്നെ ഇവിടെ തന്നെ ഞങ്ങൾ അത്തിപ്പറ്റയിൽ തന്നെ ഉണ്ട് ഏന്തി അടുത്ത നിങ്ങൾ നേരത്തെ അവിടെ കണ്ടു. അവൻ്റെ കുട്ടിയും അങ്ങനെ തന്നെയായിരുന്നു. ഉപ്പാക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ കുട്ടികളൊക്കെ കാണുമ്പോൾ. പിന്നെ അബുദാബിയിൽ ഞങ്ങൾ ചെന്നപ്പോൾ, ദുബൈയിലാണ് തോന്നുന്നുണ്ട്, ഒരു വീട്ടിൽ നിന്ന് ഒരു കുട്ടിയുടെ കരച്ചിൽ കേട്ട് ഒരു ഭയങ്കര കരച്ചിലല്ല അങ്ങനത്തെ ഒരു ശബ്ദം ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ചോദിച്ചു ആരാന്ന്. അപ്പോൾ ഈ കുട്ടിയെ അകത്തിരുത്തിക്കുക. ആ കുട്ടിയെ കാണാൻ തന്നെ ആ കുട്ടിയെ പുറത്ത് കൊണ്ടുവന്നിട്ട് ഉസ്താദ് കണ്ട് അതിനെ മന്ത്രിച്ചു കൊടുത്ത് ഉപ്പാക്ക് ഭയങ്കര ഒരു മനസ്സിന് വല്ലാത്തൊരു വിഷമം തോന്നി ആ കുട്ടിയെ കണ്ടപ്പോൾ ഉപ്പാക്ക്. അപ്പോൾ അതിൽ നിന്നൊക്കെ മനസ്സിലായതാണ് എന്ത് ഉസ്താദിന് ഇത്തരം കുട്ടികളൊന്ന് ചേർത്ത് പിടിക്കണം താല്പര്യം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത്. അങ്ങനെ സ്ഥാപനം പണിയണം എന്നുള്ളത് ഉസ്താദ് പറഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് തുടങ്ങിയത്. ഇപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് ആ സ്ഥാപനം, ആ സ്വപ്ന സ്ഥാപനം വരേണ്ട ഭൂമിയിലാണ്. 7.5 ഏക്കറാണ് അല്ലേ? ഈ ഒരു പെരിന്തൽമണ്ണ വളാഞ്ചേരി റൂട്ടിൻ്റെ തൊട്ടടുത്ത് തന്നെ ഇങ്ങനെ ഒരു സ്ഥലം കിട്ടുക എന്ന് പറഞ്ഞാൽ വലിയ ഭാഗ്യമാണ്. എത്ര വർഷം കൊണ്ട് നമ്മുടെ സ്ഥാപനങ്ങളൊക്കെ പണി പൂർത്തിയാക്കി അതിൻ്റെ പ്രവർത്തനത്തിലേക്ക് എടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്? 2 വർഷത്തിനുള്ളിലെങ്കിലും നമുക്ക് ഇതിൻ്റെ പണി പൂർത്തീകരിക്കണം എന്നാണ് ഇപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതിന് മുമ്പ് തന്നെ ആകട്ടെ എന്നാണ് നമ്മൾ ദ്വാരക്കുന്നത്. കാരണം ഒരുപാട് ആൾക്കാർ സഹായിക്കാൻ മുന്നോട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ നിന്ന് തന്നെ ഒരുപാട് ആളുകൾ ഞാൻ സഹായിക്കാമെന്ന് പറഞ്ഞ് ഒരുപാട് പേരുണ്ട്. ഇത് ഗൾഫിൽ ചെല്ലുമ്പോഴൊക്കെ സഹായിക്കാൻ താല്പര്യപ്പെടുന്നവരുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സ്ഥാപനം പെട്ടെന്ന് മുന്നോട്ട് പോകുന്നുള്ളതാണ് കരുതുന്നത്. പ്രത്യേകിച്ച് സാധാരണക്കാരായ ആളുകൾ. ഇപ്പോൾ നിലവിലുള്ള സ്ഥാപനം അങ്ങനെ തന്നെയാണ്. സാധാരണക്കാരാണ് കൂടുതൽ കാശ് തന്നിട്ടുള്ളത്, അവരെ പൈസയാണ് കൂടുതലുള്ളത്. പക്ഷേ അത് ഇത് 3 ഏക്കർ സ്ഥലം ഇവിടെയും ഇതിൻ്റെ തൊട്ട് ബാക്കിൽ 4.5 ഏക്കറയും അങ്ങനെ 7 ഏക്കർ സ്ഥലമാണ് ഇപ്പോൾ ഇവിടെ വാങ്ങിയിട്ടുള്ളത്. 7 ഏക്കറയും രജിസ്റ്റർ ചെയ്ത് കഴിയും ചെയ്തിരിക്കണം. ഈ വീഡിയോ കാണുന്ന പ്രിയപ്പെട്ട പ്രേക്ഷകരോട് പറയാനുള്ളത്, കേരളത്തിലെ അത്യപൂർവം, കാരണം ഏറ്റവും പ്രാധാന്യം അർഹിക്കേണ്ടത്, നമ്മൾ ഇത് പറയുമ്പോൾ എനിക്ക് പോലും ആ ഒരു വികാരം വന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം അത്തരത്തിലുള്ള കുട്ടികളെ അല്ലെങ്കിൽ ആളുകളെ സംരക്ഷിക്കാൻ ഒരു സ്ഥാപനം, മതസ്ഥാപനം, ഒരു മഹാപണ്ഡിതൻ്റെ പേരിൽ ഇവിടെ ഒരുങ്ങുന്നു എന്ന് പറയുമ്പോൾ നമ്മളാണ് അത് വിജയിപ്പിക്കേണ്ടത്, നമ്മളാണത് ഏറ്റെടുക്കേണ്ടത്. ഞാൻ നിൽക്കുന്നത് ഈ ഭൂമിയിലാണ്. ഇവിടെ മരങ്ങളെല്ലാം മുറിച്ച് അത് ഒരു തരിശാക്കി മാറ്റിയ ഒരു അവസ്ഥയിലാണ്. 2 വർഷത്തിന് മുൻപ് തന്നെ നമുക്ക്
ഈ സ്ഥാപനം കെട്ടിപ്പടുക്കേണ്ടതുണ്ട്. അതിനായി ഞാനും നിങ്ങളും ഉത്സാഹിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഇതൊരു വലിയ സ്വപ്നമായി, കേരളത്തിൻ്റെ ഏറ്റവും വലിയൊരു പദ്ധതിയായി നമുക്കിത് മാറ്റിയെടുക്കാൻ കഴിയും. അതിന് നമുക്കെല്ലാവർക്കും സാധിക്കണം. നിങ്ങൾ ഈ സ്ഥാപനത്തോട് സഹകരിക്കണമെന്ന് സ്വാഭാവികമായി ഈ സന്ദർഭത്തിൽ ഞാൻ അഭ്യർത്ഥിക്കുകയാണ്.